ഹലോ, മറ്റൊരു രസകരമായ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അലക്സ് പെരേര വേഴ്സസ് മഹമ്മദ് അങ്ക്ലേവ്. അപ്പോൾ ഞാൻ എൻ്റെ തൽക്കാലത്തെ ഒരു പ്രൊഡിക്ഷൻ നടത്താമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ലോകപ്രശസ്തരായിട്ടുള്ള വിശ്വവിഖ്യാതരായിട്ടുള്ള അനാലിസ്റ്റുകളെല്ലാം അനാലിസിസ് നടത്തി കഴിഞ്ഞു. അതാണിപ്പോൾ ഒരു പ്രശ്നം. അലക്സ് പെരേര മഹമ്മദ് അങ്ക്ലേവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ വിലയിരുത്തി കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ആളുകൾ, സായിപ്പന്മാർ, ഹിന്ദിക്കാർ, മലയാളികൾ, എല്ലാവരും, നാട്ടുകാരെല്ലാം അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? അപ്പോൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അനാലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഈ ഒരു ഹിന്ദിക്കാരൻ ഒരാളുണ്ട്, പുള്ളിയുടെ അനാലിസിസ് ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. എൻ്റെ പൊന്നും, അതായത് പുള്ളി അലക്സ് പെരേര പടം അങ്ങോട്ട് ഇട്ടിട്ട് കുറേ പോയിന്റുകൾ, അതായത് പെരേര ഇത് ചെയ്യണം, പിന്നെ അങ്കലേവിൻ്റെ പടം, എന്നിട്ട് അങ്കലേവിൻ്റെ കുറേ പോയിന്റുകൾ, അങ്കലേവ് ഇത് ചെയ്യണം, എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു 10-15 പോയിന്റ്. അപ്പോൾ ആ പോയിന്റുകൾ ചെയ്താൽ മാത്രമാണ് ആ ഫൈറ്റർ ജയിക്കുകയുള്ളൂ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ അലക്സ് പെരേര അങ്കലേവിൻ്റെയൊക്കെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഈ പുള്ളിയെ ഉടനെ തന്നെ കോച്ചായി നിയമിക്കുമായിരിക്കും. ഹിന്ദിക്കാരനാണ്. അങ്ങനെ അനാലിസ്റ്റുകളുടെ ഒരു പൂരം തന്നെയാണ്. എന്ത് ചെയ്യും? അപ്പം പിന്നെ ഇതെല്ലാം വിലയിരുത്തലുകൾ കഴിഞ്ഞു. എനിക്ക് പറയാൻ പോയിന്റുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അപ്പോൾ നമ്മൾ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കൊണ്ട്, ബഹുമാനം കൊണ്ട് നമ്മൾ വീഡിയോ കണ്ടൻറ് ഇടുവാണ്. എന്തെങ്കിലും പറയും. അങ്ങനെയാണ് കാര്യം. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അലക്സ് പെരേര ആൻഡ് മഹമ്മദ് അങ്ക്ലേവ്. അപ്പോൾ ഇതിപ്പോഴൊന്നും നിൽക്കത്തില്ല. ഇനിയിപ്പോൾ മാർച്ച് വരെ സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല പാർട്ടായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിൽ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കാം. ബാക്കി നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ പറയണം. അപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാവരും എക്സ്പെർട്ടുകളാണ്. എക്സ്പെർട്ടുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അപ്പം ഇതിനകത്ത് ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനകത്ത് പ്രഡിക്ഷനും നടത്തും കേട്ടോ. പ്രഡിക്ഷനും നടത്തും. എൻ്റെ ഒരു തൽക്കാലത്തെ പ്രഡിക്ഷൻ, ചിലപ്പോൾ അത് മാറാം. തൽക്കാലത്തെ ഒരു പ്രഡിക്ഷൻ നടത്തും. അപ്പോൾ അലക്സ് പെരേര, മഹമ്മദ് അങ്ക്ലേവ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ മിക്സ്ഡ് മാർഷൽ ആർട്സ് അല്ലെങ്കിൽ എനി കോമ്പാറ്റ് സ്പോർട്സ് അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സ്, 2 ഘടകങ്ങളാണോ ഉള്ളത്. ഒന്ന് ബോഡി, പിന്നൊന്ന് മൈൻഡ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്ന മിക്സ്ഡ് മാർഷൽ ആർട്സ് പോലൊരു വളരെ ടഫായിട്ടുള്ള ഒരു സ്പോർട്സിൽ ഏറ്റവും ടഫ് ഡേഞ്ചർ സ്പോർട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ മൈൻഡിന് പ്രാധാന്യം കൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോഡി ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് മൈൻഡിന് പ്രാധാന്യം കൂടും. അപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് തുടങ്ങാം. ബോഡിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരീരം, ഫിസിക്കൽ സ്ട്രെങ്ത്. അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്തിൻ്റെ കാര്യം വരുമ്പോൾ അലക്സ് പെരേര, മഹമ്മദ് അങ്ക്ലേവ്. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹമ്മദ് അങ്ക്ലേവാണ് ഫിസിക്കലി, ശരീരം കൊണ്ട് ശക്തൻ പുള്ളി തന്നെയാണ്. അങ്ക്ലേവാണ്. പെരേരയ്ക്ക് ശക്തിയില്ല എന്നല്ല, പക്ഷെ അങ്ക്ലേവാണ് പവർഫുൾ. അത് എന്ന് പറഞ്ഞാൽ നമുക്കൊരാളുടെ ശരീരഘടന, ഞാൻ ഈ ഫൈറ്റർ അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നൊന്നും പറയാൻ നമ്മൾ ആളുകളല്ല. നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ, എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. നമ്മൾ അങ്ങനെയല്ല, നമ്മളുള്ള കാര്യം ഉള്ള പോലെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ശരീരഘടന വെച്ച് പറയുവാണ്. അങ്ക്ലേവ് ലുക്സ് ഫിസിക്കലി മച്ച് മോർ സ്ട്രോങ്ങർ ദാൻ അലക്സ് പെരേര. അപ്പോൾ ഈ ഷോൺ സ്ട്രിക്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ പുള്ളിയാണെങ്കിൽ ആരെക്കുറിച്ചും നല്ലത് പറയാത്ത പുള്ളി അടക്കം പറയുന്നുണ്ട്, അങ്ക്ലേവ് ഭയങ്കര പവർഫുള്ളാണ്. മൗണ്ടൻ മാൻ, കേവ് മാൻ, ഭയങ്കര സ്ട്രോങ് ആണ്. അത് സത്യമാണ്, കണ്ടറിഞ്ഞൂടെ? അലക്സ് പെരേരയും സ്ട്രോങ് തന്നെയാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഫിസിക്കലി, ശാരീരികമായി കുറച്ചുകൂടെ ശക്തൻ അങ്ക്ലേവാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയും മൈൻഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ മൈൻഡ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ
അങ്കലേവിനെക്കാട്ടിലും കൂടുതൽ അലക്സ് പെരേരയാണ് മാനസികമായി ശക്തൻ. എനിക്ക് തോന്നുന്നു അത് പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ വെച്ചിട്ടായിരിക്കും. പുള്ളി കിക്ക് ബോക്സറൊക്കെ ആയിരുന്നല്ലോ. അപ്പം പുള്ളിക്ക് അലക്സ് പെരേരയ്ക്ക് ഈ നമ്മൾ രാവിലെ എണ്ണീറ്റ് പല്ലൊക്കെ തേക്കൂലേ, അതുപോലെയുള്ളൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡാന വൈറ്റ് പുള്ളിനെ മാനേജറിനെ വിളിച്ചിട്ട് ഫൈറ്റ് ഉണ്ട്, അപ്പോൾ അലക്സ് പെരേര ഫൈറ്റ് ഉണ്ടോ, ആ ശരി ഓക്കെ റെഡി, അങ്ങനെ ആയിരിക്കും. പുള്ളിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. പുള്ളി ഇത് ഒരു പല്ല് തേക്കുന്ന ലാഘവേ ഉള്ളൂ. അത്രയ്ക്ക് ഒരു മൈൻഡ് പവറാണ് അത്. അങ്കലേവിന് സ്ട്രോങ് ആണ് മെൻ്റലി, അതിനേക്കാട്ടിലും സ്ട്രോങ് ആയിരിക്കും അലക്സ് പെരേര. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവേ ഒരു ധാരണ വരുന്നത്, അതായത് അലക്സ് പെരേര ഇത് ജയിക്കാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളത്. പക്ഷേ അവിടെയാണ് എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൽക്കാലത്ത് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഹമ്മദ് അങ്കലേവ് ഇത് ജയിക്കും എന്നാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അലക്സ് പെരേരനെ ഒരു അപ്സെറ്റ് ചെയ്യും. അത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി റെസ്ലിംഗ് ചെയ്യും. പുള്ളി സ്ട്രൈക്കിങ്ങും ചെയ്യും, പക്ഷെ അതിൻ്റെ കൂടെ പുള്ളി റെസ്ലിങ്ങും ചെയ്യും. അപ്പോൾ അവിടെയാണ് ഒരു ഇഷ്യൂ വരുന്നത്. കാരണം ഈ എല്ലാവരും പറയുന്നുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നുണ്ട് അങ്കലേവ് റെസ്ലിംഗ് ചെയ്യണം, ഗ്രാപ്ലിംഗ് ചെയ്യണം, അത് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാപ്ലിംഗ് ഗ്രൗണ്ട് ഗെയിം അത് അങ്കലേവിൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല, ഒരു സബ്മിഷൻ വിക്ടറി പോലും ഇല്ല. ഇനി റെസ്ലിങ്ങിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ പുള്ളി അത് ചെയ്തേ പറ്റത്തുള്ളൂ. അതിപ്പോൾ പല ആളുകളും പറയുന്നുണ്ടല്ലോ, അത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം, ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ മൊഹമ്മദ് അങ്കലേവിന് ദാഗിസ്ഥാനി എന്ന് പേര് മാത്രമേ ഉള്ളൂ, പുള്ളിക്ക് റെസ്ലിംഗ് ഇഷ്ടമല്ല. ഇതുപോലെ മറ്റൊരു ദാഗിസ്ഥാനി ഉണ്ടായിരുന്നു, ഇമാമോവ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം നമ്മുടെ അഡെസാനിയനെ തോൽപ്പിച്ച കക്ഷി. പക്ഷേ പുള്ളിയുടെ ഒരു കേസൊരു സമാധാനമുണ്ട്. പുള്ളി ദാഗിസ്ഥാനിൽ നിന്ന് ചെറുപ്പത്തിലേ പുള്ളി പോയി ഫ്രാൻസിലേക്ക് സെറ്റിലായതാണ്. ഈ അങ്കലേവ് എന്ന് പറഞ്ഞാൽ ദാഗിസ്ഥാനിൽ ജനിച്ച് വളർന്ന കക്ഷിയാണ്. എന്നിട്ട് പോലും പുള്ളിക്ക് റെസ്ലിംഗ് ഇഷ്ടമല്ല. പക്ഷേ ഇത് അങ്കലേവ് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്റ്റാൻഡപ്പ് ചെയ്യണം. അതാണ് ഇവരുടെ ഒരു സ്റ്റേറ്റസ് ഇഷ്യൂ ആണോ എന്തെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് റെസ്ലിങ്ങിനോട് അലർജിയാണ്. ഗ്രാപ്ലിംഗ് ഗ്രൗണ്ട് ഗെയിമൊക്കെ മറന്നേരം അതവർക്കില്ല. റെസ്ലിംഗ് അവർക്ക് എന്തോ ഒരു ഇൻസൾട്ട് പോലെയാണോ എനിക്കറിഞ്ഞുകൂടാ. ഇതുപോലെ വേറെ ഇഷ്യൂകളുണ്ട്. ഈ കാർഡിൽ തന്നെയുള്ള നമ്മുടെ ജസ്റ്റിൻ ഗേജ്, പുള്ളിയുടെ ബേസ് റെസ്ലിംഗ് ആണ്. UFC വരുന്നതിന് മുമ്പ് പുള്ളി റെസ്ലിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ UFC വന്നതിന് ശേഷം പുള്ളി റെസ്ലിംഗ് ചെയ്യില്ല. അതെന്തോ എൻ്റർടൈൻമെൻറ്റിന് കുറവ് വരുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പുള്ളി റെസ്ലിംഗ് ചെയ്യില്ല. എന്ത് സംഭവിച്ചാലും ഡിഫെൻഡ് ചെയ്യും. അതേപോലെ യോയൽ റൊമേറോ ഒളിമ്പിക്സിലേ ചെയ്യൂ, പുള്ളി ഇവിടെ വന്ന് റെസ്ലിംഗ് ചെയ്യത്തില്ല, ഒളിമ്പിക് ലെവലൊക്കെയാണ്. അപ്പോൾ അതേപോലെ ഒരു കക്ഷിയാണ് അങ്കലേവ്. അങ്കലേവിന് റെസ്ലിംഗ് ഇഷ്ടമല്ല, ഇതാണ് സത്യം. അതങ്ങനെ ചില ഫൈറ്റിംഗ് പാറ്റേൺസ് ഉണ്ട്. പക്ഷേ ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരല്പം യൂസ് ചെയ്യേണ്ടി വരും. ഈ പലവരും ഇപ്പോൾ പറയുന്നുണ്ട് മറ്റേ സ്ട്രൈക്കിംഗ് ഒരു രക്ഷയില്ലെന്ന്, അതായത് അലക്സ് പെരേരയുടെ മുമ്പിൽ പിടിച്ച് നിൽക്കില്ലെന്ന്. ആര് പറഞ്ഞു? അത് നിങ്ങൾ അങ്കലേവിൻ്റെ ഫൈറ്റ് കാണാത്തതുകൊണ്ടാണ്. അങ്കലേവിന് എൻ്റെ പൊന്നോ, അങ്കലേവിന് സ്റ്റാൻഡപ്പ് ഇല്ല സ്ട്രൈക്കിങ്ങിന്. ഹൗ പവർഫുൾ ഈസ് മാൻ. നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ കേസുകൾ. നമ്മൾ ഒരാളുടെ ഇവരുടെയൊക്കെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ അങ്കലേവിൻ്റെയൊക്കെ മുമ്പിൽ ചെന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു ആചാനുഭാവം, ഒരു രാക്ഷസനാണ് പുള്ളി. നമ്മളെയൊക്കെ ഇങ്ങനെ ഓറഞ്ച് പിഴിയണ പോലെ പിഴിഞ്ഞ് ജ്യൂസ് അടിച്ച് കുടിച്ച് കളയും. അവരെക്കുറിച്ചാണ് ഈ പറയണത്. സ്റ്റാൻഡപ്പ് ഇല്ല അതില്ല എന്നൊക്കെ പറയണത്. അത് തെറ്റിദ്ധാരണയാണ്. ഒന്ന് കണക്റ്റായി കഴിഞ്ഞാലേ, പുള്ളിയുടെ ഒരു ഇടി കണക്റ്റായി കഴിഞ്ഞാൽ, പുള്ളി ആ ബ്ലാഹോവിച്ചിൻ്റെ കൂടെ ഒരു ഗതികെട്ട് റെസ്ലിംഗ് ചെയ്തായിരുന്നു. പുള്ളി എടുത്ത് പറത്തിയില്ല, കൊച്ചുകുട്ടിയൊക്കെ എടുത്ത് നമ്മൾ പറത്തൂല്ലേ, അതുപോലെയാണ് പുള്ളി പറത്തി റെസ്ലിംഗ് ചെയ്ത് ടേക്ക് ഡൗൺ ഒക്കെ ചെയ്ത് കളഞ്ഞത്. അതേപോലെ പഞ്ചിങ് പവർ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ അലക്സ് പെരേര താഴെ പോവും. അപ്പോൾ പക്ഷേ എല്ലാവരും പറയുന്ന പോലെ അത് ഞാൻ യോജിക്കുന്നു, റെസ്ലിംഗ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ ഇവിടെ പിറന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, പുള്ളിക്ക് തോന്നണമല്ലോ. പുള്ളി ഇനിയും മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, സ്റ്റേറ്റസ് ഇഷ്യൂ, ഞാൻ റെസ്ലിംഗ് ചെയ്യൂല, ഞാൻ സ്റ്റാൻഡപ്പേ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഫൈറ്റല്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ പുള്ളി റെസ്ലിംഗ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പുള്ളിയുടെ അറ്റ്ലീസ്റ്റ് പുള്ളിക്കും പുള്ളിയുടെ കോച്ചിന് തോന്നിയില്ലെങ്കിലും പുള്ളിയുടെ മാനേജറൊക്കെ ഉണ്ടല്ലോ, അലി അബ്ദലൊക്കെ ഉണ്ടല്ലോ. അവർ അങ്ങനെയാണെങ്കിൽ ഹബീബ് ഇസ്ലാമിൻ്റെ കൂടെ ഒക്കെ നടക്കുന്നതല്ലേ, പുള്ളിയെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമായിരിക്കും. അപ്പോൾ പുള്ളി ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗതികെട്ട് ഇഷ്ടമല്ലെങ്കിലും മൊഹമ്മദ് ടേക്ക് ഡൗൺ ചെയ്യും അലക്സിനെ. എന്നിട്ട് എങ്ങനെയൊക്കെ ഒരു ബാക്ക് എടുത്തൊരു RNC റിയർ നെക്കഡ് ഷോക്ക് പിടിക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതാണ് മൊഹമ്മദ് അങ്കലേവ്
ഇനി മറ്റൊരു ഘടകമുണ്ട്. അത് ആ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റമദാൻ മാസം, മാർച്ച് മാസമാണല്ലോ, ഫാസ്റ്റിംഗ്. അപ്പോൾ മൊഹമ്മദ് അങ്കലേവ് ആൻഡ് റമദാൻ മാസം, ആ ഒരു മാസം അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ പറയുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അതായത് മൊഹമ്മദ് അങ്കലേവ്, റമദാൻ, ഫാസ്റ്റിംഗ് എങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക, നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ സമയമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഹമ്മദ് അങ്കലേവ് ഒരു അപ്സെറ്റ് പുൾ ചെയ്യും. അദ്ദേഹം അലക്സ് പെരേരനെ ബീറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ബിക്കോസ് ഓഫ് ദ കോമ്പാറ്റ് സാംബോ, അങ്കലേവും കോമ്പാറ്റ് സാംബോ തന്നെയാണ്. ഗതികെട്ടായാലും പുള്ളി റെസ്ലിംഗ് ചെയ്യും. പിന്നെ ഈ അലക്സ് പെരേര ഉണ്ടല്ലോ, വെറുതെ നോക്കിയിരിക്കത്തൊന്നുമില്ല. പുള്ളിയുടെ ഫ്രണ്ടാണ് ഗ്ലോവർ എന്നൊക്കെ പറയുന്നത്. ഗ്ലോവറിന് നല്ല റെസ്ലിംഗ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇവരൊന്നും മണ്ടന്മാരല്ലല്ലോ. ഇതൊക്കെ അങ്കലേവിനും അറിയാം, റെസ്ലിംഗ് ചെയ്യണമെന്നറിയാം. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ അലക്സ് പെരേരയ്ക്കും അറിയാം അവൻ റെസ്ലിംഗ് ചെയ്താലോ. ഇവരൊന്നും മണ്ടന്മാരല്ലല്ലോ, ഇവരൊക്കെ ലോക ചാമ്പ്യന്മാരൊക്കെയാണ്. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പടമൊക്കെ കാണിച്ചിട്ട് 10-15 പോയിന്റ് ഇതിങ്ങനെ ഹിന്ദിക്കാരൻ ഐസ കർണ ചായേ, ഐസ കർണ. ഞാനിപ്പോൾ ഒരു 10 വർഷമായി കേൾക്കുന്നു. വലിയ ഫൈറ്റേഴ്സിനെയൊക്കെ ഇട്ടിട്ട് പോയിന്റ് ഇട്ടിട്ട് ഐസ കർണ ചായേ, ഇസ്കോ ഐസ കർണ ചായേ, ഓ മേരാ ബാത് സുനോ ബായ്. എൻ്റെ ശരി, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടുക. ഫിലോസഫിക്കലായിട്ടുള്ള എല്ലാ കമൻറ്റും നമ്മൾ വായിക്കുന്ന അറിയാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും രസകരമായിട്ടുള്ള കണ്ടൻറ്റുമായിട്ടും നമ്മൾ വരുന്നതായിരിക്കും.